ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് വെക്ടർ സ്പേസ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ എന്തായിരുന്നു വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞാല്? ഓക്കെ, വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെറ്റ് ഉണ്ടാകും, അതിന്റെ കൂടെ രണ്ട് ഓപ്പറേഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്തു, അഡിഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും, അല്ലെ? മാത്രമല്ല അവരെന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു ആ പ്രോപ്പർട്ടീസ്? കമ്മ്യൂട്ടേറ്റിവിറ്റി, അസോസിയേറ്റിവിറ്റി, അഡിറ്റീവ് ഐഡന്റിറ്റി, അതെ, അഡിറ്റീവ് ഇൻവേഴ്സ്, പിന്നെ ഏതായിരുന്നു? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി, അല്ലെ? പിന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഇത്രയല്ലേ പറഞ്ഞത്? ഇതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കിയായിരുന്നു. എന്താണ്? R/R എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് ആണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് കുറച്ചും കൂടെ എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് ആണ് ഞാൻ പറഞ്ഞു, എന്താണ് ഒരു ഇതിന്റെ അകത്തുള്ള സ്കെയിലാസ് ഒക്കെ എവിടെ നിന്നാണ് എടുക്കുന്നത്? റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സ് എന്നാണ് ഇതിൽ സ്കെയിലാസ് ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെ? ആൽഫ എന്ന് പറയുന്ന സ്കെയിലാർ ഡിഫൈൻ ചെയ്തത് എവിടെ നിന്നാണ്? ഒന്നുകിൽ അതൊരു റിയൽ നമ്പർ ആയിരിക്കും, ഇല്ലെങ്കിൽ അതൊരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. അപ്പോ ഈ ആൾക്കാരെ ഞാൻ എന്താണ് വിളിക്കുന്നത്? ഫീൽഡ് എന്നാണ് വിളിക്കുന്നത്, അല്ലെ? ഈ ആൾക്കാർ ഇവിടെ ആരാണ്? ഫീൽഡ് ആണ്. അപ്പോ Fn/F എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് ആണെന്നാണ് പറയേണ്ടത്. സോ ഫസ്റ്റ് എന്താണ്? Fn ഈസ് എ വെക്ടർ സ്പേസ് ഓവർ F. ഓക്കെ, അപ്പൊ നോക്കാം എന്താ ഈ Fn എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം R എന്ന് പറഞ്ഞാല് റിയൽ നമ്പർ, അല്ലെ? R2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡേർഡ് പെയർ ആണ്, അല്ലെ? ഓർഡേർഡ് പെയർ XY സച്ച് ദാറ്റ് Xും Yയും എന്തായിരിക്കും? റിയൽ നമ്പേഴ്സ് ആയിരിക്കും, ആണല്ലോ. ഇനി അതുപോലെ R3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡേർഡ് ട്രിപ്പിലെറ്റ് ആയിരിക്കും, അല്ലെ? XYZ. ഈ ആൾക്കാരൊക്കെ എവിടെ നിന്നുള്ളതാണ്? XYZ ഫ്രം റിയൽ നമ്പേഴ്സ്, അല്ലെ? അതുപോലെ തന്നെ Rn എന്ന് പറയുന്നത് എന്താണ്? X1, X2, etc. Xn സച്ച് ദാറ്റ് ഈ Xiകൾ എവിടെ ഉള്ളതാണ്? റിയൽ നമ്പേഴ്സ് ആണ്. I എന്ന് പറയുന്നത് 1 മുതൽ N വരെ റിയൽ നമ്പേഴ്സ് ആണ്, അല്ലെ? അപ്പോ Fn എന്ന് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഞാൻ എടുക്കുന്ന ഫീൽഡ് ഏത് ഫീൽഡ് ആണ്? ഇപ്പൊ R ആണെങ്കിൽ, R ആണ് ഞാൻ എടുക്കുന്ന ഫീൽഡ് എന്ന് ഇരിക്കട്ടെ. ഓക്കെ, R⁻² അല്ലെങ്കിൽ Rn/R എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യുക. പിന്നെന്താണ്? Cn/C എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ആളില് റിയൽ നമ്പറിന്റെ സെറ്റ് ആണ്, അല്ലെങ്കിൽ Rn ആണ് എന്റെ V, അല്ലെ? Rn ആണ് എന്റെ V. പിന്നെ ഫീൽഡ് എന്ന് പറയുന്നത് ആരാണ്? R ആണ്. ഇതാണ് ആദ്യത്തെ ആളിൽ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ആളിലോ Cn ആണ് എന്റെ V, അല്ലെ? എന്റെ സെറ്റ് V എന്ന് പറഞ്ഞാൽ Cn ആണ്. അതുപോലെ ഫീൽഡ് ആയിട്ട് ഞാൻ തിരഞ്ഞെടുത്തതും ഏതിനെയാണ്? കോംപ്ലക്സ് നമ്പേഴ്സിന്റെ സെറ്റിനെയാണ്. ഓക്കെ, ഇതുവരെ മനസ്സിലായോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് ഒരു വെക്ടർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുക. കമ്മ്യൂട്ടേറ്റിവിറ്റി, അസോസിയേറ്റിവിറ്റി, അഡിറ്റീവ് ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യണം, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യണം, അല്ലെ? അപ്പൊ ആദ്യം നമുക്ക് Fn-ലുള്ള എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? Fn-ലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ എടുക്കാണ്. X1, X2, X3, etc. up to Xn. ഈ ഓരോ എക്സുകളും എവിടെ ഉള്ളതാണ്? F-ലുള്ളതാണ്, എന്റെ ഫീൽഡിലുള്ളതാണ്. I എവിടെ മുതൽ എവിടം വരെയാണ്? 1 മുതൽ N വരെയാണ്, അല്ലെ? Fn-ലെ എലമെന്റ്സ് എന്ന് പറഞ്ഞാല് ഇങ്ങനെയാണ്, ഈ ഒരു ഫോമിലാണ് Fn-ലെ എലമെന്റ്സ് ഉണ്ടാവുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാല് രണ്ട് എലമെന്റ്സ് ഇതിൽ നിന്ന് എടുക്കാണ്. ഓക്കെ, ഓ Fn-ലെ ഈച്ച് എലമെന്റ് ആണ് ഇങ്ങനെ ഉണ്ടാവുക കേട്ടോ. ഓരോ എലമെന്റും ഇങ്ങനെയാണ് ഉണ്ടാവുക.
ഈ R2ലെ ഓരോ എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഓർഡേർഡ് പെയർ XY പോലെ FN-ലെ ഓരോ എലമെന്റ് എന്ന് പറയുന്നത് X1, X2, X3 എക്സെട്ര അപ് ടു Xn. അതായത് n ഡയമെൻഷണൽ സ്പേസ് ആണ്. ഇവിടെ 2 ഡയമെൻഷണൽ ആണ്, ഇത് 3 ഡയമെൻഷണൽ ആണ് അല്ലെ? അതുപോലെ n ഡയമെൻഷണൽ സ്പേസ് ആണ്. ആ ഓരോ ആൾക്കാരെന്ന് പറയുന്നത് എന്താണ്? ഫീൽഡിൽ നിന്നുള്ള ആൾക്കാരാണ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഓരോരുത്തരെ എടുക്കാണ്. U എന്ന് പറയുന്നത് X1, X2 എക്സെട്ര അപ് ടു Xn. V എന്ന് പറയുന്നത് Y1, Y2 എക്സെട്ര അപ് ടു Yn. അതുപോലെ തന്നെ W എന്ന് പറയുന്നത് Z1, Z2 എക്സെട്ര അപ് ടു Zn. ഇങ്ങനെ 3 എലമെന്റ്സ് എടുത്തു. ഈ 3 എലമെന്റ്സ് എവിടെ ഉള്ളതാണ്? FN ഉള്ളതാണ്. അതായത് U, V, W ബിലോങ്സ് ടു FN. ഇനി ഓരോ പ്രോപ്പർട്ടി വെച്ചിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? ആദ്യം എന്ത് നമുക്ക് നോക്കണം? അഡീഷൻ അവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പൊ അഡീഷൻ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? 2 എലമെന്റ്സ് എടുക്കുക, U പ്ലസ് V. U പ്ലസ് V എന്ന് പറഞ്ഞാൽ എന്താണ്? X1, X2 എക്സെട്ര അപ് ടു Xn പ്ലസ് V എന്ന് പറയുമ്പോൾ Y1, Y2 എക്സെട്ര അപ് ടു Yn. ഇവരെങ്ങനെ ആഡ് ചെയ്യുക? എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതി അല്ലെ? X1 പ്ലസ് Y1, X2 പ്ലസ് Y2 എക്സെട്ര അപ് ടു Xn പ്ലസ് Yn. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഞാന് ഈ എഫ് ആയിട്ട് എടുത്ത് റിയൽ നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കാം. റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ 2 റിയൽ നമ്പറിനെ കൂട്ടിക്കഴിഞ്ഞാല് വീണ്ടും ഒരു റിയൽ നമ്പർ തന്നെയല്ലേ കിട്ടുക അല്ലെ? അപ്പൊ ഈ X1നെയും Y1നെയും കൂട്ടിയാലും എന്ത് തന്നെ ആയിരിക്കും കിട്ടുക? എനിക്ക് ഒരു റിയൽ നമ്പർ തന്നെ ആയിരിക്കും കിട്ടുക. ഇനി നേരെ മറിച്ചത് കോംപ്ലക്സ് ആണെങ്കിലോ X1ഉം Y1ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും കിട്ടുക. അതായത് ഇതിപ്പോ റിയൽ ആണെങ്കിൽ ഈ ഓരോ ആൾക്കാരും റിയലിലുള്ള ആൾക്കാരായിരിക്കും അല്ലെ? അല്ലെങ്കിൽ ഇത് കോംപ്ലക്സ് ആണെങ്കിൽ ഓരോ ആൾക്കാരും ഇത് കോംപ്ലക്സിലുള്ള ആൾക്കാരായിരിക്കും. ആണല്ലോ? അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി നമ്മൾ ഇത് എന്താണ് ജനറലൈസ് ചെയ്തെടുത്തതാണ്. ഓരോ ആൾക്കാരും എന്താണ്? ഫീൽഡിലുള്ള ആൾക്കാരാണ്. അപ്പൊ ഇയാള് ഫീൽഡിലുള്ള ആളാണ്, ഇയാള് ഫീൽഡിലുള്ള ആളാണ് അല്ലെ? ഇയാള് ഫീൽഡിലുള്ള ആളാണ്. സോ നമുക്ക് എന്ത് പറയാം? ഇത് എവിടെയുണ്ട്? F⁻n, അതായത് FN-ലുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ എന്താണ്? അഡിഷൻ ഹോൾഡ് ചെയ്യുന്നു. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത് എന്താണ് നമുക്ക് പറയേണ്ടത്? സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ അല്ലെ? സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷന് വേണ്ടി ഞാൻ ഒരു എലമെന്റ് A എടുക്കാം. FN/F ആണ് പറഞ്ഞിട്ടുള്ളത്. സോ A എന്ന് പറയുന്ന എലമെന്റ് ഞാൻ എന്ത് ചെയ്യാണ്? ഡിഫൈൻ ചെയ്യാണ്. ഓക്കെ, ഓക്കെ, ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തത്, ഇനി കമ്മ്യൂട്ടേറ്റിവിറ്റി ഇതിൽ എങ്ങനെ പറയാം? ഇതിവിടെ ഇരുന്നോട്ടെ. കമ്മ്യൂട്ടേറ്റിവിറ്റി എങ്ങനെ പറയാം? This is equal to Y1 plus X1 അല്ലെ? Y2 plus X2 എക്സെട്ര അപ് ടു Yn plus Xn ആണല്ലോ. ഇതിനെ ഞാൻ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ്. Y1, Y2 എക്സെട്ര അപ് ടു Yn പ്ലസ് X1, X2 എക്സെട്ര അപ് ടു Xn. ഇങ്ങനെ എഴുതുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. ഇത് എക്സാമ്പിൾ വെച്ചിട്ട് പറയണോ ഞാന്? ഹലോ, എക്സാമ്പിൾ വെച്ച് പറയണോ ഇത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഞാൻ എടുക്കുന്നത് എന്താണ്? 3, 2 പ്ലസ് 1 3 ആണെന്ന് ഇരിക്കട്ടെ. ഇതെന്താണ്? 3 പ്ലസ് 1 അല്ലെ? 3 പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 3 ഇങ്ങനെയല്ലേ എടുക്കാം? കമ്പോണൻസ് തമ്മിലും ആഡ് ചെയ്യാം. അതായത് ഇതിനെ എങ്ങനെ എഴുതാം? 1 പ്ലസ് 3, 3 പ്ലസ് 2 ഇങ്ങനെ എഴുതുന്നോണ്ടും കുഴപ്പമില്ല അല്ലെ? സെയിം ആൻസർ തന്നെ. ഇനി ഞാൻ സ്പ്ലിറ്റ് ചെയ്തത് എന്ത് വരും? ആദ്യത്തെ എലമെന്റുകളെല്ലാം ആദ്യത്തെ ഓർഡേർഡ് പെയർ, രണ്ടാമത്തെ എലമെന്റുകളെല്ലാം രണ്ടാമത്തെ ഓർഡേർഡ് പെയർ, ഇങ്ങനെ എഴുതാൻ അല്ലെ? ഇതിപ്പോ എന്ത് ചെയ്തു? n ഡയമെൻഷനിൽ ആയതുകൊണ്ട് n ആൾക്കാർ വരുന്നുണ്ട്, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ അല്ലെ? സോ ഇതെന്തിന് ഈക്വൽ ആണ്? ദിസ് ഈസ് ഈക്വൽ ടു V പ്ലസ് U. അപ്പൊ എന്ത് കിട്ടി? U പ്ലസ് V എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണെന്ന് കിട്ടി? V പ്ലസ് യുക്ക് ഈക്വൽ ആണെന്ന് കിട്ടി. അതായത് എന്താണ്? കമ്മ്യൂട്ടേറ്റിവിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇയാൾ ആരാണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഓക്കെ, ആദ്യത്തെ പ്രോപ്പർട്ടി കഴിഞ്ഞു. ഇനി അസോസിയേറ്റിവിറ്റി. അസോസിയേറ്റിവിറ്റിക്ക് ഞാൻ എന്ത് ചെയ്യാം? 3 എലമെന്റ്സ് എടുക്കുക. ഇവിടെ യുവും വിയും ഡബ്ല്യു എടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? U പ്ലസ് V പ്ലസ് W ഇതെടുക്കുക ആദ്യം. അപ്പൊ എന്ത് വരും? X1, X2 എക്സെട്ര അപ് ടു Xn അല്ലെ? പ്ലസ് Y1,
y2 etc. up to yn plus z1 z2 etc. up to zn ആണല്ലോ. സോ ഇതിനെ ഇനി ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ വരിക? x1 x2 etc. up to xn അല്ലെ. പ്ലസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? y1 plus z1 y2 plus z2 etc. up to yn plus zn. സോ ഇതെന്ത് വരും? ദിസ് ഈസ് ഈക്വൽ ടു, ഇനി കമ്പോണൻസ് തമ്മിൽ ആഡ് ചെയ്യാം. എന്ത് വരും? x1 plus y1 plus z1 ആദ്യത്തെ ആള്. രണ്ടാമത്തെ ആൾ എന്താ? x2 plus y2 plus z2. അങ്ങനെ ഏത് വരെ? xn plus yn plus zn. ഓക്കെ, ഇനി അടുത്ത് എന്ത് ചെയ്യാ? ഈ പറയുന്ന ആള് അല്ലെ, ഓരോ കമ്പോണന്റും ഇങ്ങനെയാണ് ഞാനിപ്പോ എടുത്തിട്ടുള്ളത്. ഈ പറയുന്ന ആളെന്ന് പറയുന്നത് എന്താണ്? ഇതിന് ഈക്വൽ അല്ലേ? x1 plus y1 plus z1 അല്ലെ, x2 plus y2 plus z2. ഓക്കെ, എക്സെട്ര അപ് ടു xn plus yn plus zn. മനസ്സിലായോ? ഇതിങ്ങനെ എഴുതാം. ഈ ബ്രാക്കറ്റ് തിരിച്ച് ഇപ്പുറത്തേക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, കാരണം എന്താ, പുറത്ത് കിടക്കുന്നത് അഡിഷൻ ആണ് അല്ലെ. കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. എന്തെങ്കിലും കൺഫ്യൂഷൻ വരുന്നെങ്കിൽ ചോദിക്കാം കേട്ടോ. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇതിനെ ഇനി എങ്ങനെ എഴുതാം? x1 plus y1 x2 plus y2 etc. up to xn plus yn അല്ലെ, പ്ലസ് z1 z2 etc. up to zn. ഇനി ഇതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. x1 x2 etc. up to xn plus y1 y2 etc. up to yn plus z1 z2 etc. up to zn. ഓക്കെ, ഇതെന്ത് കിട്ടി? ഇയാളാരാ? എന്റെ u. ഇയാളാരാ? എന്റെ v. പ്ലസ് ഇയാളാരാ? w. കിട്ടിയില്ലേ? സോ ആദ്യം എന്ത് ചെയ്തു? v പ്ലസ് ഡബ്ല്യുവിനെ ആഡ് ചെയ്തിട്ട് യുവിനെ ആഡ് ചെയ്തതും, ആദ്യം u പ്ലസ് വിനെ ആഡ് ചെയ്തിട്ട് പിന്നെ ഡബ്ല്യുവിനെ ആഡ് ചെയ്തതും എന്താണ്? സെയിം ആണ്. സോ u പ്ലസ് v പ്ലസ് w ഇസ് ഈക്വൽ ടു u പ്ലസ് v പ്ലസ് w ഫോർ എവറി u v w ബിലോങ്സ് ടു fn അല്ലെ. എല്ലാ fnകൾക്കും ഇത് ബാധകമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അഡീഷനിൽ ഹോൾഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ആരാണ്? എ ബി എന്ന് പറയുന്നത് ഞാൻ ഫീൽഡിൽ നിന്ന് എടുത്താൽ ഏതാ പ്രോപ്പർട്ടി പറഞ്ഞത്? എ ബി ടൈംസ് യു ഇസ് ഈക്വൽ ടു എ ടൈംസ് ബി യു അല്ലെ. എ ബി ടൈംസ് യു ഇസ് ഈക്വൽ ടു എ ടൈംസ് ബി യു. അപ്പൊ ഇതെങ്ങനെയാ നമുക്ക് നോക്കാൻ പറ്റാം? സോ എയും ബി എവിടെയാണ്? ഫീൽഡിലുള്ള ആൾക്കാരാണ്. ഇനി സോ ദിസ് ഇസ് ഈക്വൽ ടു എ ബി ടൈംസ് x1 x2 etc. up to xn അല്ലെ. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? എ ടൈംസ് bx1 bx2 etc. up to bxn അല്ലെ. ബിനെ മാത്രം ഉള്ളിലേക്ക് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു, കുഴപ്പമില്ലല്ലോ. ഇനി എന്ത് ചെയ്തു? എ ടൈംസ് ബിനെ പുറത്തെടുത്തു, x1 x2 etc. up to xn. സോ ദിസ് ഇസ് ഈക്വൽ ടു എ ടൈംസ് ബി. കിട്ടിയില്ലേ? അസോസിയേറ്റിവിറ്റി എവിടെയും കിട്ടി, മൾട്ടിപ്ലിക്കേഷനിലും കിട്ടി, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനിലും കിട്ടി. സോ എന്താണ്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയും ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ സെക്കൻഡ് പ്രോപ്പർട്ടിയും കിട്ടി. ഇനി തേർഡ് വൺ ആരാണ്? അഡിറ്റീവ് ഐഡന്റിറ്റി. അഡിറ്റീവ് ഐഡന്റിറ്റി എങ്ങനെയാ നോക്കാം? ഒരു എലമെന്റ് ഉണ്ടാവണം. അപ്പൊ ഞാനിവിടെ 0 എലമെന്റ് ആണ് നോക്കേണ്ടത്. സോ 0 എലമെന്റ് എന്ന് പറയുന്നത് ഇവിടെ fn ആണല്ലോ ഞാൻ എടുക്കുന്നത്. അപ്പൊ അതില് 0 എലമെന്റ് എങ്ങനെയായിരിക്കും ഇരിക്കുക? ഇങ്ങനല്ലേ. R2 എടുത്തു കഴിഞ്ഞാൽ, R എടുത്തു കഴിഞ്ഞാൽ 0 എലമെന്റ് 0 തന്നെയാണ്. R2 എടുത്തു കഴിഞ്ഞാൽ അത് ഏതാ? 0 0 ഒറിജിൻ 0 0 ആണ് അല്ലെ. R3 എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? ഒറിജിൻ തന്നെയാണ്, 0 0 0 അല്ലെ. ഈ പോയിന്റ് 0 0 0. അതുപോലെ തന്നെ n ഡൈമെൻഷണൽ സ്പേസ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? n സീറോസ് വരുന്നുണ്ടാവും എലമെന്റ്സ്. ഓക്കെ, അതാണ് അവിടുത്തെ 0 എലമെന്റ് ആയിട്ട് വരുന്നത്. ഇതാ എന്തായിട്ട് ആക്ട് ചെയ്യും? ദിസ് വിൽ ആക്ട് ആസ് എ അഡിറ്റീവ് ഐഡന്റിറ്റി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതൊരു എലമെന്റ് യു എടുക്കാണ് ഞാൻ. ഓക്കെ, ഫോർ എവറി യു, അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി യു ബിലോങ്സ് ടു fn എടുക്കാണ്. എന്താണ്? യു പ്ലസ് 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? x1 x2 etc. up to xn പ്ലസ് 0
അല്ലെ? ഇതിന് എന്തിന് ഈക്വൽ ആണിത്? x1 plus 0, x2 plus 0, etc. up to xn plus 0 ആണോ? So this is equal to x1, x2, etc. up to xn, which is equal to 0, 0, 0. ഓക്കെ, നമ്മളിങ്ങനെ ആലോചിക്കുക എന്തിനാ ഇപ്പൊ 0 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന, ആഡ് ചെയ്യുന്നത്, അല്ലെ? ഇത് ഡയറക്റ്റ് ആയിട്ട് എഴുതിക്കൂടെ? ശരിക്കും പറഞ്ഞാൽ പ്രൂഫ് എഴുതുമ്പോൾ ഇതെല്ലാം എഴുതണം കേട്ടോ. ഇനി അടുത്ത എന്താണ്? അപ്പൊ അഡിറ്റീവ് ഐഡന്റിറ്റി എടുത്തു. ഇനി അടുത്ത എന്താണ്? അഡിറ്റീവ് ഇൻവേഴ്സ്, അല്ലെ? അഡിറ്റീവ് ഇൻവേഴ്സിന് വേണ്ടിയിട്ട് ഞാനൊരു യു എന്ന് പറയുന്ന എലമെന്റ് എടുക്കാണ്. യു ഓൾറെഡി ഞാൻ എടുത്തു, x1, x2, അല്ലെ, അപ് ടു xn. ഇനി അടുത്തത് മൈനസ് യു എന്ന് പറയുന്നത് ഞാൻ മൈനസ് ഓഫ് x1, x2, etc. അപ് ടു xn എന്ന് പറഞ്ഞാൽ ആരാണിത്? മൈനസ് x1, മൈനസ് x2, അല്ലെ, അപ് ടു മൈനസ് xn. ഓക്കെ, ഇനി അടുത്ത് എന്ത് ചെയ്യാ? യു പ്ലസ് മൈനസ് യു ചെയ്ത് നോക്കാം. എന്താ വരാ? x1, x2, etc. up to xn plus minus x1, minus x2, etc. up to minus xn. ഇതെന്ത് വരും? x1 plus minus x1, അല്ലെ, x2 plus minus x2, etc. up to xn plus minus xn. ഇതാരാ? 0, അല്ലെ? എല്ലാം 0 അല്ലേ? സോ എന്ത് മനസ്സിലായി? യു പ്ലസ് വി എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. യു പ്ലസ് മൈനസ് യു എന്ന് പറഞ്ഞാല് 0 ആണ്. അപ്പൊ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? അഡിറ്റീവ് ഇൻവേഴ്സും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. അതാരാ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആയിട്ട് വരിക? ഞാൻ ഇവിടുത്തെ എലമെന്റ് 1 എടുക്കാണ്. ഈ 1 എന്ന് പറയുന്ന എലമെന്റ് ഇതാണ്, 1, 1, etc. up to 1. ഓക്കെ, പോട്ടെ. നമുക്ക് ഏതെങ്കിലും ഒരു എലമെന്റ് പോരെ. സോ 1 തന്നെ എടുക്കാം. ഓക്കെ, 1 ടൈംസ് യു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? 1 into x1, x2, etc. up to xn, അല്ലെ? ഇത് പറഞ്ഞാൽ എന്താ? 1 into x1, 1 into x2, etc. up to 1 into xn. This is equal to x1, x2, etc. up to xn. അതായത് ആരാണ്? അപ്പൊ ഒരു എലമെന്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് such that ഇതെന്താണ്? 1 times u is equal to u ആയിട്ടുള്ള 1 അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്ത് പറയാം? therefore മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു. ഇനി ലാസ്റ്റ് വൺ എന്താണ്? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഡിസ്ട്രിബ്യൂട്ടീവ് ലോയിന് ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു? എ ബി ബിലോങ്സ് ടു എഫ് എടുക്കാണ്. ഇനി അടുത്ത എ പ്ലസ് ബി ടൈംസ് യു നോക്കാം. എന്ത് വരും? എ പ്ലസ് ബി ടൈംസ് x1, x2, etc. up to xn. അല്ലെ? ഇതെന്താ? എ പ്ലസ് ബി ടൈംസ് x1, എ പ്ലസ് ബി ടൈംസ് x2, etc. up to എ പ്ലസ് ബി ടൈംസ് xn. ഓക്കെ, ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം ഇനി? എ x1 പ്ലസ് ബി x1, അല്ലെ, എ x2 പ്ലസ് ബി x2, etc. up to എ xn പ്ലസ് ബി xn. So this is equal to ax1, ax2, etc. up to axn plus split ചെയ്തു കേട്ടോ. എന്താണ്? bx1, bx2, etc. up to bxn. So ഇതിൽ നിന്ന് എന്തെടുക്കാം പുറത്ത്? a പുറത്തെടുത്താല് x1, x2, etc. up to xn plus b പുറത്തെടുത്താല് x1, x2, etc. up to xn. So ഇയാൾ ആരാണ്? u. അപ്പൊ a times u plus b times u. അതായില്ലേ? ഇനി അടുത്ത രണ്ടാമത്തെ ആളേരാ? a times u plus b, അല്ലെ? അപ്പൊ എന്ത് വരും? a times x1, x2, etc. up to xn plus b എന്ന് പറയുന്നത് y1, y2, etc. up to yn. ഇതെന്താ വരാ? a times x1 plus y1, x2 plus y2, etc. up to xn plus yn. അല്ലെ? സോ ഇതിനെ വീണ്ടും മാറ്റുമ്പോൾ this is equal to എന്ത് വരും? a times
x1 plus y1, a times x2 plus y2, etc. up to a times xn plus yn. Okay, so this is equal to ax1 plus ay1, ax2 plus ay2, etc. up to axn plus ayn. Okay, so ഇതെന്തിന് ഈക്വൽ ആണ്? ax1, ax2, etc. up to axn plus ay1, ay2, etc. up to ayn. ഇതെന്താണ്? a times x1, x2, etc. up to xn plus a times y1, y2, etc. up to yn. Okay, so this is equal to au plus ab. കിട്ടിയില്ലേ? a times u plus v is equal to au plus ab. Okay, അപ്പൊ ഇവിടെ എന്തൊക്കെ കിട്ടി? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി കിട്ടി, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി കിട്ടി, അഡിറ്റീവ് ഇൻവേഴ്സും അഡിറ്റീവ് ഐഡന്റിറ്റിയും കിട്ടി, അസോസിയേറ്റിവിറ്റി കിട്ടി, പിന്നെന്താ? കമ്മ്യൂട്ടേറ്റിവിറ്റി. അപ്പൊ എല്ലാ പ്രോപ്പർട്ടിയും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? Fn over F എന്ന് പറയുന്നത് എന്തായിരിക്കും? Is a vector space. മനസ്സിലായോ? Fn over F എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് ആയിരിക്കുന്നു. മനസ്സിലായി? ഓക്കെ, അടുത്തത് സോ ഇപ്പൊ ഇത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നാം എളുപ്പല്ലേ, പെട്ടെന്ന് ചെയ്തുകൂടെ? പക്ഷെ ഇത് ചെയ്ത് നോക്കിയിട്ട് എക്സാമിന് പോവാവൂ കേട്ടോ. ഒരു സ്റ്റെപ്പ് നമുക്ക് മറന്നു പോയി കഴിഞ്ഞാൽ മൊത്തം പോവും. ഓക്കെ, എന്തായാലും ചെയ്ത് നോക്കിയിട്ടേ പോവാവൂ കേട്ടോ. സോ നെക്സ്റ്റ് എന്താണ്? The set of polynomials with coefficient in f. Okay, so the set of polynomials with coefficient in f ഫീൽഡിലുള്ളതാണ്. അപ്പൊ അത് ഡിഫൈൻ ചെയ്തേക്കുന്ന എങ്ങനെയാണ്? പോളിനോമിയൽ ആണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ കോയിഫിഷ്യൻസ് എന്ന് പറയുന്നത് എവിടെ ഉള്ളതാണ്? ഫീൽഡിലുള്ള ആൾക്കാരാണ്. അതായത് ഇപ്പൊ ഞാൻ P1 ഓഫ് എന്താ സെഡും P2 ഓഫ് ഇസഡും ആണ് എന്റെ രണ്ട് പോളിനോമിയൽസ് എന്ന് ഇരിക്കട്ടെ. P1 ഓഫ് ഇസഡിനെ ഞാൻ എങ്ങനെ ഡിനോട്ട് ചെയ്യാണ്? A0 പ്ലസ് A1 Z പ്ലസ് A2 Z സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് AM Z റേസ് ടു n. വെറും പോളിനോമിയൽ ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇനി അടുത്തത് P2 ഓഫ് Z എന്ന് പറയുന്നത് എന്താണ്? B0 പ്ലസ് B1 Z പ്ലസ് B2 Z സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് BN Z റേസ് ടു n. മനസ്സിലായോ? ഇവിടെ എന്താണ്? അവർ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ സെയിം ആണെന്ന് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡിഗ്രി ഡിഫറെന്റ് ആയിട്ട് തന്നെ എടുക്കാം. ഒരാളില് m ടേംസ് ഉണ്ടെങ്കിൽ മറ്റേ ആളിൽ n ടേംസ് എടുക്കാം. ഓക്കെ, n ടേംസ് എടുക്കാം, ഡിഫറെന്റ് ആയിട്ടുള്ള ടേംസ് എടുക്കാം. ഇനി അടുത്ത എന്താണ്? ഇവരൊരു വെക്ടർ സ്പേസ് ഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം ഇവിടെ അഡിഷൻ എങ്ങനെയായിരിക്കും ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? അപ്പോ സപ്പോസ് ദാറ്റ് m എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ n ആണെന്ന് ഇരിക്കട്ടെ. അതായത് ഇതിലുള്ള എലമെന്റ്സ് ആണ് കൂടുതൽ, മുകളിലുള്ള ആൾക്കാരിലെ എലമെന്റ്സ് ആണ് കൂടുതൽ എന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? P1 ഓഫ് Z പ്ലസ് P2 ഓഫ് Z എന്ന് പറയുന്നത് എന്ത് വരും? A0 അല്ലെ? കോൺസ്റ്റന്റ് ടേംസ് തമ്മിൽ ആഡ് ചെയ്യാം, പ്ലസ് B0. ഇനി A1 Z ഉം B1 Z ഉം തമ്മിൽ ആഡ് ചെയ്യാം. അപ്പൊ എന്ത് വരും? A1 പ്ലസ് B1 Z. രണ്ടാമത് എന്താണ്? A2 പ്ലസ് B2 Z സ്ക്വയർ അല്ലെ? ഇപ്പൊ എന്താ പറഞ്ഞത്? മുകളിലുള്ള ആൾക്കാരാണ് കൂടുതൽ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്തായാലും എന്താണ്? n കഴിഞ്ഞിട്ടാണ് m വരുന്നത് അല്ലെ? സോ എന്താ? an പ്ലസ് bn Z റേസ് ടു n. ഇനി ബാക്കിയുള്ള ആൾക്കാരിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഈ ടേംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് എന്താ? an പ്ലസ് 1 Z റേസ് ടു n പ്ലസ് 1, an പ്ലസ് 2 Z റേസ് ടു n പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് am Z റേസ് ടു n.
ഓക്കെ, ഇത് മനസ്സിലായോ? എങ്ങനെയാണ് വന്നേക്കുന്നതെന്ന് മനസ്സിലായോ? ഇവിടെ എന്താ ഇയാളെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എം ഗ്രേറ്റർ ദാൻ എൻ എന്നാണ്. അപ്പൊ എന്താ P1 ഓഫ് ഇസഡിൽ എന്തൊക്കെ ഉണ്ടാവും? A0 പ്ലസ് A1Z പ്ലസ് A2Z² പ്ലസ് എക്സെട്ര പ്ലസ് ANZ⁻n പ്ലസ് AN പ്ലസ് 1 Z⁻n പ്ലസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് AMZ⁻n. ഇങ്ങനെയായിരിക്കും ടേംസ് വരിക. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് P1 പ്ലസ് P2 എന്ന് പറയുന്നത് ഈ ഫോമിലായത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? എം എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആയിക്കോട്ടെ. എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആണെങ്കിൽ P1 ഓഫ് Z പ്ലസ് P2 ഓഫ് Z എന്തായിട്ട് മാറും? അപ്പൊ എൻ ആണ് കൂടുതൽ അല്ലെ, ഈ രണ്ടാമത്തെ ആളാണ് കൂടുതൽ. അപ്പൊ അതെന്താ വരിക? P2 ഓഫ് Z എന്ന് പറയുന്നത് B0 പ്ലസ് B1Z plus B2Z² plus etc. plus BMZ⁻m plus BM plus 1 Z⁻m plus 1 plus etc. plus BNZ⁻m. ഓക്കെ, അതായത് ഇത് കഴിഞ്ഞിട്ട് പിന്നെയും ടേംസ് ഉണ്ടാകും. കാരണം എം എന്ന് പറയുന്നത് എന്നിനേക്കാളും ചെറുതാണ്. എം എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആണ്. ഓക്കെ, അതുകൊണ്ട് BM കഴിഞ്ഞിട്ട് പിന്നെയും ടേംസ് വരാം. മനസ്സിലായോ? ഇനി ഇതിനെ എങ്ങനെയായിരിക്കും ആഡ് ചെയ്യുക? അഡീഷൻ എങ്ങനെയായിരിക്കും ഡിഫൈൻ ചെയ്യുക? A0 പ്ലസ് B0 പ്ലസ് A1 പ്ലസ് B1 ഇൻറ്റു Z പ്ലസ് A2 പ്ലസ് B2 ഇൻറ്റു Z² പ്ലസ് എക്സെട്ര പ്ലസ് AM പ്ലസ് BM ഇൻറ്റു Z⁻m. അപ്പൊ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആയതുകൊണ്ട് തന്നെ P1 ഓഫ് ഇസഡിലെ ടേംസ് ഒക്കെ തീർന്നു അല്ലെ. ഇനി ബാക്കി P2 ഓഫ് സെഡിലുള്ള ടേംസ്, ഇത്രയും ടേംസ് ആണ് ബാക്കിയുള്ളത്. അതിനെ ആഡ് ചെയ്യാം. അപ്പൊ എന്ത് വരും? BM പ്ലസ് 1 Z⁻m പ്ലസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് BNZ⁻m. മനസ്സിലായോ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ കണ്ടീഷൻ എടുക്കുക. ഒന്ന് ഇയാളെ എടുക്കുക, ഒന്ന് ഇയാളെ എടുക്കുക. നമ്മുടെ 6 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ആദ്യം എന്ത് ചെയ്യുക? എം ഗ്രേറ്റർ ദാൻ എൻ എടുക്കാം. ഒന്ന് കമ്മ്യൂട്ടേറ്റീവ് ആണോ, അസോസിയേറ്റീവ് ആണോ, പിന്നെന്താണ് അഡിറ്റീവ് ഐഡന്റിറ്റി ഉണ്ടോ, അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ടോ അല്ലെ, പിന്നെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഉണ്ടോ, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടോ, ഇത് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നിനും ഇത്രയും പ്രോപ്പർട്ടീസ് ചെക്ക് ചെയ്യാം. ഓക്കെ, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, നല്ല ഈസി ആയിട്ട് നമുക്ക് മുന്നത്തേതും മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറാണ്. എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു തിയറാണ്. എ വെക്ടർ സ്പേസ് ഹാസ് എ യുണീക്ക് അഡിറ്റീവ് ഐഡന്റിറ്റി. ഓക്കെ, എ വെക്ടർ സ്പേസ് ഹാസ് എ യുണീക്ക് additive ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡന്റിറ്റി എന്താണ്? ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് യുണീക്ക് ആണ്. ഒരു മിനിറ്റ് കേട്ടോ. യെസ്, ഐഡന്റിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു വെക്ടർ സ്പേസിലെ ഐഡന്റിറ്റി, അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് യുണീക്ക് ആണ്. അപ്പൊ അഡിറ്റീവ് ഐഡന്റിറ്റി എന്താന്ന് ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാല്? ഞാനിപ്പോ എന്റെ വെക്ടർ സ്പേസിലുള്ള ഏതൊരു എലമെന്റ് എന്തെടുത്താലും വി എടുത്ത് യു എടുത്തു കഴിഞ്ഞാലും ഫോർ എവറി യു ബിലോങ്സ് ടു വി എന്തായിരിക്കണം? there exists an element 0 അല്ലെ, element 0 in V such that 0 അല്ലെങ്കിൽ u plus 0 is equal to u. അപ്പൊ എന്താ ഈ തിയറം എന്താ പറയുന്നത്? ഒരു വെക്ടർ സ്പേസിന്റെ അകത്ത് യുണീക്ക് ആയിട്ടുള്ള അഡിറ്റീവ് ഐഡന്റിറ്റി ഉണ്ടാവാൻ പാടില്ല. അതായത് ഇപ്പൊ ഒരു അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മറ്റൊരു അഡിറ്റീവ് ഐഡന്റിറ്റിയും കൂടെ അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. എന്റെ സെറ്റിന്റെ അകത്ത് എന്താണ്?
ഇതൊരു അഡിറ്റീവ് ഐഡന്റിറ്റി ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ വേറൊരു അഡിറ്റീവ് ഐഡന്റിറ്റിയും കൂടെ ആ സെറ്റിന്റെ അകത്ത് എക്സിസ്റ്റ് ചെയ്യില്ല. അതാണ് ഈ തിയറം പറയുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? ഒന്നുമില്ല, എന്ത് ചെയ്യാ, രണ്ട് അഡിറ്റീവ് ഐഡന്റിറ്റി ഉണ്ട് എന്ന് തന്നെ എടുക്കാം. രണ്ട് അഡിറ്റീവ് ഐഡന്റിറ്റി ഉണ്ട്, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സോ പ്രൂഫ് പറയാണ്, ഒറ്റ ഐഡന്റിറ്റി ഉള്ളൂ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, രണ്ട് അഡിറ്റീവ് ഐഡന്റിറ്റി ഉണ്ടെന്ന് അസ്യൂം ചെയ്യാണ്. സോ അസ്യൂം ദാറ്റ് a vector space V has two additive identities. ഏതൊക്കെയാണ്? ഒന്ന് ഞാൻ സീറോ എന്ന് വിളിക്കുകയാണ്, മറ്റൊന്ന് സീറോ ഡാഷ് എന്ന് വിളിക്കുകയാണ്. ഇത് രണ്ടും എന്താ, നൊട്ടേഷൻ മാത്രമാണ് കേട്ടോ. സീറോയും സീറോ ഡാഷ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താ, സീറോനെ ഞാൻ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്ന പറഞ്ഞാല്, സീറോ എന്ന് പറയുന്നത് 0 0 0 എന്ന് പറയുന്ന സെറ്റാണ്. ഓക്കെ, സോ നമുക്ക് ഇവിടുന്ന് എന്ത് മനസ്സിലാക്കാം? ഇനി then considering 0 as additive identity, 0 ആണ് additive identity എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 0 dash plus 0 is equal to 0 അല്ലെ? If 0 is an additive identity, 0 എന്ന് പറയുന്നത് ഒരു additive identity ആണെങ്കിൽ, മാത്രമല്ല ഞാൻ എടുത്തിട്ടുള്ള 0 dash എവിടെ ഉള്ളതാണ്? വിയിലുള്ള എലമെന്റും ആണ്. അപ്പൊ ഏതൊരു വിയിലുള്ള എലമെന്റ് എടുത്തു കഴിഞ്ഞാലും അല്ലെ, അഡിറ്റീവ് ഐഡന്റിറ്റി കൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതേ എലമെന്റ് തന്നെ എനിക്ക് കിട്ടണം അല്ലെ. അപ്പൊ ഇവിടുത്തെ യുവിന് പകരം ഇവിടെ ആക്ട് ചെയ്യുന്നത് ആരാണ്? 0 ഡാഷ് ആണ്, മറ്റൊരു എലമെന്റ്, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടും? സിമിലർലി ഞാൻ എന്ത് ചെയ്യാണ്, ഇഫ് 0 ഡാഷ് ഈസ് ആൻ അഡിറ്റീവ് ഐഡന്റിറ്റി, 0 ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അഡിറ്റീവ് ഐഡന്റിറ്റി ആണെന്നുണ്ടെങ്കിൽ എന്താ കിട്ടുക? ആൻഡ് 0 എന്ന് പറയുന്നത് വിയിലുള്ള എലമെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 0 പ്ലസ് 0 ഡാഷ് എന്ത് കിട്ടും? 0 തന്നെ. ഇവിടെ യു ആയിട്ട് ആക്ട് ചെയ്യുന്ന ആരാ? നമ്മുടെ 0. ക്ലിയർ ആയോ? ഇവിടെ എടുത്തിട്ടുള്ള അഡിറ്റീവ് ഐഡന്റിറ്റി ആരാണ്? 0 ഡാഷ്. അപ്പൊ ഈ രണ്ട് ഇക്വേഷനും നോക്കിയേ, ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. ഓക്കെ, ഇവിടെ എന്താണ്? 0 ഡാഷ് പ്ലസ് 0യും 0 പ്ലസ് 0 ഡാഷും അത് രണ്ട് സെയിം അല്ലേ? കാരണം നമ്മുടെ വെക്ടർ സ്പേസ് ആണെങ്കിൽ അത് കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ 0 ഡാഷ് പ്ലസ് 0യും 0 പ്ലസ് 0 ഡാഷും സെയിം ആണ്. അപ്പൊ എന്താ, സിൻസ് 0 ഡാഷ് പ്ലസ് 0 ഇസ് ഈക്വൽ ടു 0 പ്ലസ് 0 ഡാഷ്, അതായത് എന്താണ്, LHS ഓഫ് 1 and 2 ആർ സെയിം അല്ലെ. ഒന്നിന്റെ രണ്ടിന്റെ LHS സെയിം ആണ്, അതുകൊണ്ട് തന്നെ അതിന്റെ RHS സെയിം ആയേ പറ്റുള്ളൂ അല്ലെ. 0 ഡാഷ് ഇസ് ഈക്വൽ ടു 0. പക്ഷെ അതൊരു കോൺട്രഡിക്ഷൻ അല്ലേ? രണ്ട് അഡിറ്റീവ് ഐഡന്റിറ്റി ആണെന്ന് എടുത്തിട്ട് ആ രണ്ട് അഡിറ്റീവ് ഐഡന്റിറ്റിയും സെയിം ആണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? therefore the additive identity of a vector space is unique. ക്ലിയർ ആയോ? എന്താ ചെയ്തത്? നമ്മൾ എന്ത് ചെയ്തു? രണ്ട് അഡിറ്റീവ് ഐഡന്റിറ്റി ഉണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് അഡിറ്റീവ് ഐഡന്റിറ്റി ഉണ്ട് എന്ന് എടുത്തു. അതെന്ത് ചെയ്തു? നമ്മുടെ ഡെഫിനിഷനിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടി? ഒരു കോൺട്രഡിക്ഷൻ കിട്ടി. ആ രണ്ടാൾക്കാർ ഒന്നാണെന്ന് കിട്ടി. ഓൾറെഡി നമ്മൾ രണ്ടാൾക്കാർ രണ്ടാന്ന് പറഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. ലാസ്റ്റ് എന്ത് കിട്ടി? രണ്ടാൾക്കാർ ഒന്നാണെന്ന് കിട്ടി. ആ കോൺട്രഡിക്ഷൻ എന്തുകൊണ്ടാണ് ഉണ്ടായത്? അഡിറ്റീവ് ഐഡന്റിറ്റി യുണീക്ക് ആണ് അല്ലെ. അതുകൊണ്ടിട്ടാണ് നമുക്ക് എന്ത് ചെയ്തത്? ഈ കോൺട്രഡിക്ഷനിൽ എത്തിച്ചേർന്നത്. ക്ലിയർ ആയോ? അടുത്തത്, ഇതുപോലെ തന്നെ എവറി എലമെന്റ് ഇൻ എ വെക്ടർ സ്പേസ് ഹാസ് എ യുണീക്ക് അഡിറ്റീവ് ഇൻവേഴ്സ്. ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്താണ്? എവറി എലമെന്റ് ഇൻ എ വെക്ടർ സ്പേസ് ഹാസ് എ യുണീക്ക് additive inverse. ഓക്കെ, അഡിറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? യുണീക്ക് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയായിരിക്കും അപ്പൊ പ്രൂവ് ചെയ്യാം? ഇത്രയേ ഉള്ളൂ. നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്യാം?
രണ്ട് അഡിറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് എടുക്കാം. എന്നിട്ട് ആ രണ്ടാൾക്കാരും സെയിം ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാല്? ഏതൊരു എലമെന്റ് യു എടുത്താലും ആ എലമെന്റിന് കറസ്പോണ്ട് ചെയ്യുന്ന ഒരു ഡബ്ല്യു ഉണ്ടാവും, സച്ച് ദാറ്റ് യു പ്ലസ് ഡബ്ല്യു എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0 ആയിരിക്കും, അല്ലെ? ഇപ്പൊ യു എന്ന് പറയുന്നത് എടുത്തു കഴിഞ്ഞാൽ ഒരു ഡബ്ല്യു ഉണ്ടാവണം, യു പ്ലസ് ഡബ്ല്യു 0 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം കേട്ടോ. ഇപ്പൊ x1 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു എലമെന്റ് ഉണ്ടാവും x2, x1 പ്ലസ് x2 എന്ന് പറയുന്നത് 0 ആയിരിക്കും. നേരെ മറിച്ച് y1 മറ്റൊരു എലമെന്റ് എടുത്താൽ മറ്റൊരു എലമെന്റ് y2 ഉണ്ടാവും, y1 പ്ലസ് y2 എന്ന് പറയുന്നത് 0 ആയിരിക്കും. മനസ്സിലായോ? ഇത്രയും ആലോചിച്ചാൽ മതി. നമ്മളിപ്പോ റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ 2 പ്ലസ് മൈനസ് 2 0 ആണ്, അല്ലെ? 2 പ്ലസ് മൈനസ് 2 എന്ന് പറയുന്നത് 0 ആണ്. 3 പ്ലസ് മൈനസ് 2 ആണ്, മൈനസ് 3 ആണ് അടുത്ത 0, അല്ലെ? 2 പ്ലസ് മൈനസ് 2 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അതായത് എന്താ? മൈനസ് 2 ഈസ് ദ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് 2. അതുപോലെ തന്നെ 3 പ്ലസ് മൈനസ് 3 ആണ് എന്ത്? 0 ആയിട്ട് വരുന്നത്. അതായത് മൈനസ് 3 ഈസ് ദ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് 3. ഇതിന് എന്താ മനസ്സിലായത്? ഓരോ എലമെന്റിനും ഓരോ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ്. നേരത്തെ പറഞ്ഞ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞ വെക്ടർ സ്പേസിന് മൊത്തത്തോടെ ഒന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ പറയുന്ന എന്താണ്? അഡിറ്റീവ് ഇൻവേഴ്സ് പറയുന്ന സമയത്ത് ഓരോ എലമെന്റിനും ഓരോ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് വരുന്നത്. ഇനി ആ തിയറം ഒന്നും കൂടെ വായിച്ചു വെക്കി. എവറി എലമെന്റ് ഇൻ എ വെക്ടർ സ്പേസ് ഹാസ് എ യുണീക്ക് അഡിറ്റീവ് ഇൻവേഴ്സ്, അല്ലെ? ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും ആ എലമെന്റിന് യുണീക്ക് ആയിട്ടുള്ള ഒരു അഡിറ്റീവ് ഇൻവേഴ്സേ പാടും. അപ്പൊ എങ്ങനെയാ പ്രൂവ് ചെയ്യാം? നമ്മൾ പറഞ്ഞ പോലെ തന്നെ രണ്ടെണ്ണം ഉണ്ടെന്ന് എടുക്കാം. എന്ത് വരും? ലെറ്റ് വി ബി എ വെക്ടർ സ്പേസ്. വി ആണ് എന്റെ വെക്ടർ സ്പേസ് എന്ന് ഇരിക്കട്ടെ. ആൻഡ് യു എന്ന് പറയുന്നത് എന്താണ്? വിയിലുള്ള ഒരു എലമെന്റ് ആണ്. ഇനി അടുത്ത എന്താണ്? അസ്യൂം ദാറ്റ് എന്റെ ഈ യു എന്ന് പറയുന്ന എലമെന്റിന് 2 അഡിറ്റീവ് ഇൻവേഴ്സസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എടുക്കാം. ഓക്കെ, 2 അഡിറ്റീവ് ഇൻവേഴ്സസ് ഉണ്ടെന്ന് എടുക്കുകയാണ്. ഞാൻ അതിന് എന്താണ്? v1ഉം v2 എന്നും വിളിക്കാം. ഓക്കെ, 2 അഡിറ്റീവ് ഇൻവേഴ്സസ് അവിടെ ഉണ്ട്. അതൊന്ന് v1ഉം മറ്റൊന്ന് v2. ഓക്കെ, അപ്പൊ ആദ്യം എന്താണ്? ഇഫ് ഞാൻ എടുക്കുകയാണ്, അപ്പോ ഇഫ് v1 is the additive inverse, v1 ആണ് അഡിറ്റീവ് ഇൻവേഴ്സ് എന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? v പ്ലസ് v1 is equal to 0, അല്ലെ? which is equal to v1 plus v ആണോ? അല്ലെ? അതുപോലെ തന്നെ എന്താണ്? if v2 is the additive inverse, v2 എന്ന് പറയുന്നത് അഡിറ്റീവ് ഇൻവേഴ്സ് ആണെങ്കിൽ ഇവിടെ ഞാൻ എടുത്ത യു അല്ലെ? യു ആണ് കേട്ടോ. യുവിന്റെ 2 അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് v1ഉം v2ഉം. അതുകൊണ്ട് യു പ്ലസ് v1 എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുപോലെ തന്നെ എന്താ? യു പ്ലസ് v2 എന്ന് പറയുന്നതും 0 ആയിരിക്കും. ഓക്കെ, ഇത് രണ്ടും നമുക്ക് കിട്ടി. ഇനി നോക്കിയേ, ഈ രണ്ടെണ്ണത്തിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? സോ ഫ്രം 1 and 2 ഈ രണ്ട് എടുക്കാം. അപ്പോ 1 എന്ന് പറയുന്നത് എന്താണ്? യു പ്ലസ് v1 is equal to ഓക്കെ, ഇപ്പൊ രണ്ടാമത്തെ ആളിൽ നിന്ന് ഇവിടുന്ന് എന്താ എഴുതാൻ പറ്റുക? v1 is equal to v1നെ നമുക്ക് v1 plus 0 എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഇനി 0 എന്ന് പറയുന്നത് ആരാണ്? 0 is v2. സോ u plus v2. ഇത് 0 എന്ന് പറയുന്നത് u plus v2 ആണ്. ഇനി ഇതെന്താ? v1 plus u1 u plus v2, അല്ലെ? v1 plus u plus v2 അസോസിയേറ്റിവിറ്റി അവിടെ കൊടുത്തു. ഇനി എന്താ v1 plus u എന്ന് പറഞ്ഞാല്? ദേ കിടക്കും 0, അല്ലെ? 0 plus v2. 0 plus v2 എന്ന് പറഞ്ഞാൽ ആരാ? v2 ആണ്. അപ്പൊ ഇവിടുന്ന് എന്ത് കിട്ടി? v1 is equal to v2, which implies additive inverse is unique. അല്ലെ? അഡിറ്റീവ് ഇൻവേഴ്സ് എന്താന്ന് കിട്ടി? യുണീക്ക് ആന്ന് കിട്ടി. ക്ലിയർ ആയോ? ഒന്നും കൂടെ ഒന്ന് പറയാം. എന്താണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും അതിന് യുണീക്ക് ആയിട്ടുള്ള അഡിറ്റീവ് ഇൻവേഴ്സ് വേണമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് ഞാൻ എന്ത് ചെയ്തു? എന്റെ വെക്ടർ സ്പേസ് വി എടുത്തു. ആ വെക്ടർ സ്പേസിൽ യു എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുത്തു.
ഓക്കെ, ഇനി അതിന് എന്ത് ചെയ്യാണ്, രണ്ട് അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ടെന്ന് ഞാൻ അസ്യൂം ചെയ്യാണ്. ഓക്കെ, അതിന് രണ്ട് അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ട് എന്നുള്ളത് ഞാൻ അസ്യൂം ചെയ്യാണ്. അപ്പൊ അത് ഏതൊക്കെയാണ്, V1 ഉം V2. V1 എന്ന് പറയുന്നത് അഡിറ്റീവ് ഇൻവേഴ്സ് ആണെങ്കിൽ U പ്ലസ് V1 0 ആകാം, അല്ലെ? V2 എന്ന് പറയുന്നത് അഡിറ്റീവ് ഇൻവേഴ്സ് ആവണം എന്നുണ്ടെങ്കിൽ എന്താ, U പ്ലസ് V2 ഉം 0 ആണ്. ഇനി V1 നെ എനിക്ക് V1 പ്ലസ് 0 എന്ന് എഴുതാൻ കുഴപ്പമില്ല, അല്ലെ? ഇനി എന്താണ് 0? 0 എന്ന് പറയുന്നത് രണ്ടാമത്തെ ആളിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടി, U പ്ലസ് V2 ആണ് കിട്ടി. ഓക്കെ, ഇനി എന്ത് ചെയ്തു, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി കൊടുത്തു, V1 പ്ലസ് U പ്ലസ് V2 നെ തിരിച്ചെഴുതി. ഇനി എന്താ V1 പ്ലസ് U എന്ന് പറഞ്ഞാല്, V1 പ്ലസ് U എന്ന് പറഞ്ഞാല് 0 ആണ്, ഒന്നാമത്തെ ഇക്വേഷൻ നിന്ന് കിട്ടി. ഇതെന്ത് കിട്ടി, 0 പ്ലസ് V2 കിട്ടി, വിച്ച് ഇസ് ഈക്വൽ ടു V2. ഓക്കെ, സോ V1 ഇസ് ഈക്വൽ ടു V2 കിട്ടി. സോ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, യൂണിക് ആയിട്ട്. ക്ലിയർ ആയോ? ഓക്കെ, അടുത്തത് നമ്മളിപ്പോ വെക്ടർ സ്പേസ് എഴുതുമ്പോൾ U മൈനസ് V എന്നൊക്കെ എഴുതില്ലേ, അതിന്റെ മീനിങ് എന്താണ്, U പ്ലസ് മൈനസ് V എന്നാണ്. ഓക്കെ, ഈ U പ്ലസ് മൈനസ് V നെയാണ് നമ്മൾ എന്താ U മൈനസ് V എന്ന് ഡിനോട്ട് ചെയ്തിട്ട് എഴുതുന്നത്. അതൊക്കെ ആലോചിച്ചു കൊള്ളാം കേട്ടോ. പിന്നെ അടുത്തൊരു പ്രപ്പോസിഷൻ പറയുന്നത് നോക്കാം. ഓക്കെ, എന്താ പറയുന്നത്, 0 ടൈംസ് V ഈസ് ഈക്വൽ ടു 0. 0 ടൈംസ് V ഈസ് ഈക്വൽ ടു 0 ഫോർ എവരി V ബിലോങ്സ് ടു V. ഓക്കെ, എന്റെ സെറ്റിലുള്ള ഏതൊരു V എടുത്തു കഴിഞ്ഞാലും 0 ടൈംസ് V എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അല്ലാതെ അറിയാം, 0 ടൈംസ് ഏതൊരു നമ്പറും 0 ആണ്. പക്ഷെ ഇവിടെ നമ്പർ ആണോ, അല്ല. വെക്ടർ സ്പേസിലുള്ള വെക്ടേഴ്സ് ആണ് ഇവിടെ 0 വെക്ടറും V എന്ന് പറഞ്ഞാൽ മറ്റൊരു വേറൊരു വെക്ടറും. അത് ആലോചിക്കാം. ഇതിന്റെ പ്രൂഫ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഒരു V എടുക്കാണ്. സോ ഫോർ V ബിലോങ്സ് ടു V, എനിക്ക് എന്തുണ്ട്, 0 ടൈംസ് V എന്ന് പറഞ്ഞാൽ എന്താണ്, 0 പ്ലസ് 0 ടൈംസ് V എന്ന് എഴുതാം, അല്ലെ ഇതിനെ. ഇനി ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ദിസ് ഇസ് ഈക്വൽ ടു 0 ടൈംസ് V പ്ലസ് 0 ടൈംസ് V. ഞാൻ എന്ത് ചെയ്തു, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി കൊടുത്തു, ബൈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഓക്കെ, ഇനി അടുത്ത എന്താണ്, ഇതിനെ ഞാൻ വീണ്ടും മാറ്റി എഴുതാം. 0 ടൈംസ് V ഇസ് ഈക്വൽ ടു 0 ടൈംസ് V പ്ലസ് 0 ടൈംസ് V. ഓക്കെ, ആദ്യത്തെ ആളെയും ലാസ്റ്റ് ആളെയും കൂടെ എടുത്തെഴുതി. ഇനി ഒന്ന് നോക്കിയേ, 0 ടൈംസ് V ഈക്വൽ ടു, അപ്പൊ ഇവിടുന്ന് എന്താ, ദിസ് ഇംപ്ലൈസ് ഞാൻ ഇവിടുന്ന് ഓരോ സീറോയിനെ ക്യാൻസൽ ചെയ്ത് കളയാണ്. ഓക്കെ, അല്ലെങ്കിൽ അപ്പുറം ഇപ്പുറം ഞാൻ എന്ത് ചെയ്യാണ്, മൈനസ് 0 ടൈംസ് V നെ കൊണ്ട് ആഡ് ചെയ്യാണ്. അപ്പൊ എന്താ പറയുക, 0 ടൈംസ് V പ്ലസ് മൈനസ് 0 ടൈംസ് V ഇസ് ഈക്വൽ ടു 0 ടൈംസ് V പ്ലസ് 0 ടൈംസ് V പ്ലസ് മൈനസ് 0 ടൈംസ് V. എന്തൊക്കെയാ സംഭവിച്ചതെന്നൊന്ന് നോക്കി. ഞാൻ എന്ത് ചെയ്തു, മൈനസ് 0 ടൈംസ് V നെ കൊണ്ടിട്ട് അപ്പുറം ഇപ്പുറം ആഡ് ചെയ്തു. ഇനി ഇതെന്റെ വെക്ടർ സ്പേസിലുള്ള എലമെന്റ് ആണ്, ഇതും എന്റെ വെക്ടർ സ്പേസിലുള്ള എലമെന്റ് ആണ്. അപ്പൊ എക്സ് പ്ലസ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം, 0 ആണ്. അഡിറ്റീവ് ഐഡന്റിറ്റി, അഡിറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അത് 0 ആണ്. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, ഇയാളും 0 ആണ്, അല്ലെ? സോ ആ രണ്ടാൾക്കാരെ 0 ആക്കിയാൽ എന്താ, 0 ടൈംസ് V പ്ലസ് 0. മനസ്സിലായോ ഏത് പ്രോപ്പർട്ടിയാണ്, എക്സ് പ്ലസ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഫോർ എവറി എക്സ് ബിലോങ്സ് ടു, അല്ലെ? എന്റെ എക്സ് പ്ലസ് മൈനസ് എക്സ് എന്താണ്, 0 ആണ്. ഇനി ഇതെന്ന് എന്ത് ചെയ്യാം, ഈ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താ, അപ്പോ 0 ടൈംസ് V ഇസ് ഈക്വൽ ടു 0. മനസ്സിലായോ എന്താ ചെയ്തത്, 0 ടൈംസ് V ഇസ് ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ആദ്യം ഞാൻ എന്ത് ചെയ്തു, 0 ടൈംസ് V എന്ന് പറയുന്നതിലെ 0നെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, 0 പ്ലസ് 0.
എന്നിട്ട് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. ഇപ്പൊ 0 ടൈംസ് വി പ്ലസ് 0 ടൈംസ് വി എന്ന് കിട്ടി. എന്നിട്ട് ഞാൻ എന്താണ് ഇത്രയും ആൾക്കാരെ മാറ്റി എഴുതി. അപ്പൊ എന്തോന്നു 0 ടൈംസ് വി ഇസ് ഈക്വൽ ടു 0 ടൈംസ് വി പ്ലസ് 0 ടൈംസ് വി. ഇയാളെ കിട്ടി. ഇനി അടുത്തത് ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും -0 ടൈംസ് വിനെ കൊണ്ട് ആഡ് ചെയ്തു. അപ്പൊ എന്താ കിട്ടിയത്? 0 ഇസ് ഈക്വൽ ടു ഈ 0 ടൈംസ് വി പ്ലസ് 0. 3 ആക്കിയപ്പോ 0 കിട്ടി, 3 ആക്കിയപ്പോ 0 കിട്ടി. ഇനി അടുത്ത എന്താണ്? ഈ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ടൈംസ് വി അല്ലേ? പിന്നെ ഈക്വൽ ടു 0. ഇതന്നെയല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ക്ലിയർ ആയോ? 0 ടൈംസ് വി is equal to 0 for every v belongs to V. For every v in V. Okay. ഇനി ഇതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞത് വി എന്ന് പറയുന്നത് വെക്ടർ സ്പേസിലുള്ള ആളാണെന്നാണ് പറഞ്ഞത്. ഇനി ഇതിനെ എന്താക്കുക? ഞാൻ ഫീൽഡിൽ നിന്നുള്ള ഒരാളിനെ എടുക്കാം. എന്താണ് അടുത്ത പ്രപ്പോസിഷൻ ആണ് a times 0 is equal to a for every a belongs to f where 0 is the 0 vector. 0 vector എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ്? 0 0 0 up to 0 അല്ലെ? എന്താണ് 0 vector എന്ന് പറയുന്നത്? ഓക്കെ. അപ്പൊ a എന്ന് പറയുന്നത് എന്റെ ഫീൽഡിലുള്ള ഒരു എലമെന്റ് ആണ്. 0 എന്ന് പറയുന്നത് 0 വെക്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ a ടൈംസ് 0 a ആണെന്ന് പ്രൂവ് ചെയ്യാം. സെയിം മെത്തേഡ് ഒന്ന് യൂസ് ചെയ്ത് നോക്കിയേ. എങ്ങനെയാണ്? ഫോർ എനി a ബിലോങ്സ് ടു, നമുക്ക് എന്തറിയാം? ഫോർ എനി a ബിലോങ്സ് ടു f, ഏതൊരു a എടുത്തു കഴിഞ്ഞാലും എന്താണ്? a ടൈംസ് 0 എന്ന് പറയുന്നത് എന്താണ്? ഇസ് ഈക്വൽ ടു a ടൈംസ് 0 പ്ലസ് 0 ആണ് അല്ലെ? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ a ടൈംസ് 0 പ്ലസ് a ടൈംസ് 0 അല്ലെ? അതായത് ഇവിടുന്ന് എന്ത് കിട്ടി? a ടൈംസ് 0 ഇസ് ഈക്വൽ ടു a ടൈംസ് 0 പ്ലസ് a ടൈംസ് 0. ഇനി മൈനസ് a ടൈംസ് 0 കൊണ്ട് അപ്പുറം ഇപ്പുറം എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പൊ എന്ത് വരും? a ടൈംസ് 0 പ്ലസ് മൈനസ് a ടൈംസ് 0 ഇസ് ഈക്വൽ ടു a ടൈംസ് 0 പ്ലസ് a ടൈംസ് 0 പ്ലസ് മൈനസ് a ടൈംസ് 0. ഓക്കെ. ഇതെന്താണ്? ഇത് 0 അല്ലെ? ഇതെന്താ? ഇതും 0. ഇത് a ടൈംസ് 0. അതിനെ ഇനി ഒന്നും കൂടെ മാറ്റി എഴുതി എന്ത് വരും? This implies 0 is equal to a times 0 plus 0 അല്ലെ? അതായത് എന്താണ്? 0 equal to a times 0 അല്ലെങ്കിൽ എന്താ? a times 0 equal to 0. Okay, for every a in f. Clear ആയോ? So a times 0 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? a times 0 plus 0ക്ക്, സോറി, a times 0 എന്ന് പറയുന്നത് 0ക്ക് ഈക്വൽ ആണ്. ഓക്കെ, ഒന്നും കൂടെ പറയണോ? ഓക്കെ, 0നെ എന്ത് ചെയ്തു? 0 പ്ലസ് 0 എന്ന് എഴുതി, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു, മൈനസ് a ടൈംസ് 0 കൊണ്ട് അപ്പുറം ഇപ്പുറം ആഡ് ചെയ്തു, ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? 0 കൊടുത്തു അല്ലെ? a പ്ലസ് മൈനസ് a 0 ആണ് എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ട് അവിടെ 0 കൊടുത്തു, അടുത്തടുത്തും 0 കൊടുത്തു. നമുക്ക് എന്താണ്? a ടൈംസ് 0 ഇസ് ഈക്വൽ ടു 0. അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്തത് അടുത്ത പ്രപ്പോസിഷൻ ആണ്. എന്താ? -1 ടൈംസ് v is equal to -v for every v in v. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ആലോചിക്കുമ്പോ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വെക്ടേഴ്സിനെ വേണം ആലോചിക്കാൻ കേട്ടോ. -1 എന്ന് പറയുന്നത് ഒരു വെക്ടർ, ഇങ്ങോട്ട് പോകുന്ന ഒരു വെക്ടറിലേക്ക് -1 ആഡ് ചെയ്യാം. ഓക്കെ, -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് ഇങ്ങോട്ടേക്ക് പോകും, -v ആകും. അങ്ങനെ വേണം ഇത് ആലോചിക്കാൻ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? -1 ടൈംസ് v is equal to -v. അതെങ്ങനെയാ പ്രൂവ് ചെയ്യാ? ഒന്ന് നോക്കിയേ.
ഏതൊരു വി എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്തറിയാം, ഫോർ എവ്രി വി ഇൻ വി നമ്മുടെ കയ്യിൽ എന്തുണ്ട്, വി പ്ലസ് മൈനസ് 1 ടൈംസ് വി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ദിസ് ഇസ് ഈക്വൽ ടു 1 ടൈംസ് വി പ്ലസ് മൈനസ് 1 ടൈംസ് വി അല്ലെ? ഇങ്ങനെ എഴുതിക്കൂടെ? കുഴപ്പമില്ലല്ലോ. ഇനി ഇതിന് എന്ത് ചെയ്യാം, 1 പ്ലസ് മൈനസ് 1 ടൈംസ് വി എന്ത് ചെയ്തു, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ആണ്, തിരിച്ച അല്ലെ? റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കാണ് എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ എഴുതാം അല്ലെ? ഇനി എന്താ 1 പ്ലസ് മൈനസ് 1 എന്ന് പറഞ്ഞാല് 0 അല്ലേ? 0 ടൈംസ് വി. ഇനി പ്രീവിയസ് തിയറം വെച്ചിട്ട് നമുക്ക് 0 ടൈംസ് വി എന്ന് പറഞ്ഞാൽ എന്താ, 0 ആണ്, ആണോ? സോ നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടി, വി പ്ലസ് മൈനസ് 1 ടൈംസ് വി എന്ന് പറയുന്നത് എന്താണ്, 0 എന്ന് കിട്ടിയില്ലേ? ഓക്കെ, സോ ഇതിന്റെ മീനിങ് എന്താണ്, മൈനസ് 1 ടൈംസ് വി ഈസ് ദ additive inverse of v. v ന്റെ additive inverse ആണ് എന്ത്, മൈനസ് 1 ടൈംസ് v. സോ v is equal to മൈനസ് 1 ടൈംസ് v is equal to മൈനസ്. മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്താണ് v പ്ലസ് മൈനസ് 1 ടൈംസ് v എന്ന് പറയുന്നത് 0 എന്ന് കിട്ടി. അതിന്റെ മീനിങ് എന്താണ്, 0 എന്ന് പറയുന്നതാണ് നമ്മുടെ അഡിറ്റീവ് ഐഡന്റിറ്റി. ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അഡിറ്റീവ് ഐഡന്റിറ്റി കിട്ടിയെന്നുണ്ടെങ്കിൽ ആ നമ്പർ നമ്മുടെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ്. ഇവിടെ മൈനസ് 1 ടൈംസ് വി എന്ന് പറയുന്നത് ആരാണ്, നമ്മുടെ വിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ്. അഡിറ്റീവ് ഇൻവേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, മൈനസ് 1 ടൈംസ് വി എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് വി ആണ്. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? ഞാൻ ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇവിടെ. ഏതൊക്കെയാണ്? ഒന്ന് പറയാവോ? ഏതാ ഏതാ? ഈ വരുന്ന വി പ്ലസ് മൈനസ് 1 ഇൻറ്റു വി, അത് അതായത് ഇവിടെ ഇല്ലേ, ഈ വി എന്ന് പറഞ്ഞാൽ എന്താ, 1 ഇൻറ്റു വി അല്ലേ? വി എന്ന് പറയുമ്പോ 1 ടൈംസ് വി ആണ്. ഞാൻ ഈ വിനെ മാത്രം മാറ്റിയിട്ട് 1 ടൈംസ് വി എഴുതി, ബാക്കിയുള്ള ആൾക്കാരെ അതേപോലെ എഴുതി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, വിനെ പുറത്തെടുത്തു. അത് നമ്മൾ തന്ന പ്രൂഫിന്റെ മൈനസ് വിനെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നതാണോ? ഏതാ? പ്ലസ് നമ്മുടെ ഇതിലുള്ള മൈനസ് വിനെ നടന്നിട്ടില്ല, ഇത് നമുക്ക് തെളിയിക്കാനുള്ളത്. ഓക്കെ, വി പ്ലസ് മൈനസ് 1 ടൈംസ് വി എന്ന് പറയുന്നത് എന്താണ്, ഈ വിനെ ഞാൻ എന്താക്കി എഴുതി, 1 ഇൻറ്റു വി എന്ന് എഴുതി. വിനെ എന്താക്കി എഴുതി, 1 ഇൻറ്റു വി എന്ന് എഴുതി. മനസ്സിലായോ? ബാക്കിയൊക്കെ അതുപോലെ തന്നെ. സോ 1 ഇൻറ്റു വി പ്ലസ് മൈനസ് 1 ഇൻറ്റു വി. ഇനി എന്ത് ചെയ്തു, ഈ 1നെയും മൈനസ് 1നെയും ഒരുമിച്ചാക്കി, അതായത് ഈ വിനെ പുറത്തേക്ക് എടുത്തു, കോമൺ ആയിട്ടുള്ള വിനെ പുറത്തേക്ക് എടുത്തു. അതല്ലേ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പറയുന്നത്. സോ എന്ത് ചെയ്തു, ടൈംസ് വി കിട്ടി. ഇനി 1 പ്ലസ് മൈനസ് 1 0 ആണ്. ഒന്നുകൂടെ പറയണോ? ഹലോ, മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുക്കട്ടെ.
സ്ക്രീൻ കാണുന്നുണ്ടോ? ഹലോ, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്, കാണുന്നുണ്ടോ? ഇല്ല? ഉണ്ട്. ഓക്കെ. ഇവിടെ നോക്കിയേ, ഒരു ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, പ്രൂവ് ദാറ്റ് ദ ഇൻവേഴ്സ് എലമെന്റ് ഓഫ് എവറി എലമെന്റ് ഇൻ ദ വെക്ടർ സ്പേസ് ഇസ് യൂണിക്. ഇൻവേഴ്സ് എലമെന്റ് യുണീക്ക് ആണെന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതാ നമ്മൾ ഇപ്പൊ ചെയ്തത്? -1 ടൈംസ് ബി ഇസ് ഈക്വൽ ടു -b. അത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കിപ്പോ ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ചെയ്തതിൽ നിന്ന് വന്നിട്ടുള്ളത്. പിന്നെ ഇനി വന്നിട്ടുള്ളത് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ -2020 ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അതായത് പ്രൂവ് ദാറ്റ് ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് യുണീക്ക് ആണെന്നും ഫീൽഡ് എന്ന് പറയുന്നത് ഇപ്പൊ ലാസ്റ്റ് ചെയ്തത് A.0 is equal to 0 ആണ്. അപ്പൊ ഐഡന്റിറ്റി എലമെന്റ് യുണീക്ക് ആണെന്നുള്ളത് 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതെന്റെ കയ്യില് ഞാനത് ഷെയർ ചെയ്യാൻ പറ്റും നോക്കട്ടെ. ഫോട്ടോ ആയിട്ടാണുള്ളത്. കാണുന്നുണ്ടോ? പ്രൂവ് ദാറ്റ് ദ ഐഡന്റിറ്റി എലമെന്റ് ഓഫ് എ വെക്ടർ സ്പേസ് ഇസ് യുണീക് അല്ലെ. ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് യുണീക്ക് ആണ്. പിന്നെന്താ? പ്രൂവ് ദാറ്റ് ഇൻ എ വെക്ടർ സ്പേസ് വി ഓവർ എ ഫീൽഡ് A.0 is equal to 0 for every A belongs to F. ഇത് എത്ര മാർക്കിന്റെ ആണ്? 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. മറ്റേത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുകൊണ്ട് അതൊന്നും വിടാതെ നോക്കിക്കോളാം. ഇത് രണ്ടുമാണ് ഇപ്പൊ അതിൽ നിന്ന് വന്നിട്ടുള്ളത്. അത് പ്രസന്റ് ചെയ്തത് കണ്ടായിരുന്നു ഞാന്. ഓക്കെ, ഒന്നാമത്തെ ഈ 2 ക്വസ്റ്റ്യൻ, ഫസ്റ്റും സെക്കൻഡും 5 മാർക്കും 3 മാർക്കും ആണ്. ഓക്കെ, ഓക്കെ. ഓക്കെ, അപ്പൊ ഇനി വരുന്നത് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സബ്സ്പേസ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. പുതിയൊരു ടോപ്പിക്കാണ് മൊത്തത്തോടെ വരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിലെ ഇപ്പൊ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ, ദ സെറ്റ് ഓഫ് പോളിനോമിയൽസ് വിത്ത് കോഎഫിഷ്യൻസ് ഇൻ എഫ് പി ഓഫ് എഫ് വിത്ത് അഡിഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. പോളിനോമിയൽസ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു വെക്ടർ സ്പേസ് ഫോം ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് പറഞ്ഞു തരാം. എന്തായാലും അതൊന്ന് നോക്കിയിട്ട് വരാം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. മെസ്സേജ് ആയിട്ട് അയക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് അയക്കുക, അല്ലെങ്കിൽ എന്താ ക്ലാസ്സിന് കയറുമ്പോൾ ചോദിച്ചാലോ മതി.
ഓക്കെ, ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ തന്നെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു.